നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ എക്സ് കോൺഗ്രുവൻറ്റ് ടു A1 മോഡുലോ N1, എക്സ് കോൺഗ്രുവൻറ്റ് ടു A2 മോഡുലോ N2, എക്സെട്ര എക്സ് കോൺഗ്രുവൻറ്റ് ടു AR മോഡുലോ NR, N1, N2, എക്സെട്ര NR are positive integers such that GCD of Ni, Nj equal to 1 for all I not equal to j. ഈ ഫോമിലുള്ള ഒരു സിസ്റ്റം ഓഫ് ലീനിയർ കോൺഗ്രുവൻസിനെ കോൺഗ്രുവൻറ്റ് മോഡുലോ Nൽ യുണീക്ക് സൊല്യൂഷൻ ആണെന്നും ആ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നും ചൈനീസ് റിമൈൻഡർ തിയറത്തിൽ പ്രൂവ് ചെയ്തിരുന്നു. where n equal to n1 into n2 into etc into nr. ഇനി നമുക്ക് ചൈനീസ് റിമൈൻഡർ തിയറം യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദി ലീനിയർ സിസ്റ്റം എക്സ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 3, എക്സ് കോൺഗ്രുവൻറ്റ് ടു 2 മോഡുലോ 4 ആൻഡ് എക്സ് കോൺഗ്രുവൻറ്റ് ടു 3 മോഡുലോ 5. ഈ ലീനിയർ സിസ്റ്റത്തിൽ 3 ലീനിയർ കോൺഗ്രുവൻസസുകളാണുള്ളത്. ജനറൽ ഫോമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ A1 ഈക്വൽ ടു 1, A2 ഈക്വൽ ടു 2, A3 ഈക്വൽ ടു 3, N1 equal to 3, N2 equal to 4 and N3 equal to 5. Then ചൈനീസ് റിമൈൻഡർ തിയറത്തിൻ്റെ പ്രൂഫിൽ നമ്മൾ ആദ്യം ഒരു ഇൻറ്റിജർ n ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. n ഈക്വൽ ടു n1 ഇൻറ്റു n2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു nr, അതായത് മോഡുലൈകളുടെ പ്രൊഡക്റ്റ്. സോ ഇവിടെ n ഈക്വൽ ടു n1 ഇൻറ്റു n2 ഇൻറ്റു n3 വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 4 ഇൻറ്റു 5 വിച്ച് ഇസ് ഈക്വൽ ടു 60. സോ n ഈക്വൽ ടു 60. ദെൻ നമ്മൾ ചൈനീസ് റിമൈൻഡർ തിയറത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നിട്ടുള്ള ലീനിയർ സിസ്റ്റത്തിന് കോൺഗ്രുവൻറ്റ് മോഡുലോ Nൽ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ n ഈക്വൽ ടു 60 ആയതുകൊണ്ട് തന്നിട്ടുള്ള ലീനിയർ സിസ്റ്റത്തിന് കോൺഗ്രുവൻറ്റ് മോഡുലോ 60ൽ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ യുണീക്ക് സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം ചൈനീസ് റിമൈൻഡർ തിയറത്തിലുള്ളതുപോലെ തന്നെ ക്യാപിറ്റൽ Nk എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ക്യാപിറ്റൽ Nk ഈക്വൽ ടു n ഡിവൈഡഡ് ബൈ സ്മോൾ nk ഫോർ ഈച്ച് k ഈക്വൽ ടു 1, 2, 3. സോ ക്യാപിറ്റൽ N1 ഈക്വൽ ടു n ഡിവൈഡഡ് ബൈ സ്മോൾ n1 വിച്ച് ഇസ് ഈക്വൽ ടു 60 divided by 3 which is equal to 20. Capital N2 equal to n divided by small n2 which is equal to 60 divided by 4 which is equal to 15. And capital N3 equal to n divided by n3 which is equal to 60 divided by 5 which is equal to 12. Then GCD of capital N1 comma small n1 equal to GCD of 20 comma 3 which is equal to 1. 20യും 3യും റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് 20x കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 3 എന്നുള്ള ലീനിയർ കോൺഗ്രുവൻസിനെ കോൺഗ്രുവൻറ്റ് മോഡുലോ 3യിൽ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ യുണീക്ക് സൊല്യൂഷൻ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. 20 ഇൻറ്റു 2 മൈനസ് 1 എന്നുള്ളത് 39 ആണ്. അത് 3യുടെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 20 ഇൻറ്റു 2 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 3. സോ 20x കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 3 എന്നുള്ള ലീനിയർ കോൺഗ്രുവൻസിൻ്റെ ഒരു സൊല്യൂഷനാണ് x ഈക്വൽ ടു 2. സോ ടേക്ക് x1 ഈക്വൽ ടു 2, ദെൻ 20x കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 3 എന്നുള്ള ലീനിയർ കോൺഗ്രുവൻസിൻ്റെ മോഡുലോ 3യിലുള്ള യുണീക്ക് സൊല്യൂഷനാണ് x1 ഈക്വൽ ടു 2. ദെൻ GCD ഓഫ് ക്യാപിറ്റൽ N2 കോമ സ്മോൾ n2 ഈക്വൽ ടു GCD ഓഫ് 15 കോമ 4 വിച്ച് ഇസ് ഈക്വൽ ടു 1. 15ഉം 4ഉം റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് 15x കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 4 എന്നുള്ള ലീനിയർ കോൺഗ്രുവൻസിനെ കോൺഗ്രുവൻറ്റ് മോഡുലോ 4ൽ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ യുണീക്ക് സൊല്യൂഷൻ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. 15 ഇൻറ്റു 3 മൈനസ് 1 എന്നുള്ളത് 44 ആണ്. അത് 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 15 ഇൻറ്റു 3 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 4. സോ ടേക്ക് x2 ഈക്വൽ ടു 3. ദെൻ 15x കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 4 എന്നുള്ള ലീനിയർ കോൺഗ്രുവൻസിൻ്റെ മോഡുലോ 4ലുള്ള യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും x2 ഈക്വൽ ടു 3. സിമിലർലി GCD ഓഫ് ക്യാപിറ്റൽ N3 കോമ സ്മോൾ n3 ഈക്വൽ ടു GCD ഓഫ് 12 കോമ 5 വിച്ച് ഇസ് ഈക്വൽ ടു 1. 12ഉം 5ഉം റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് 12x കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 5 എന്നുള്ള ലീനിയർ കോൺഗ്രുവൻസിനെ കോൺഗ്രുവൻറ്റ് മോഡുലോ 5ൽ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ യുണീക്ക് സൊല്യൂഷൻ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. 12 ഇൻറ്റു 3 മൈനസ് 1 എന്നുള്ളത് 35 ആണ്. അത് 5ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 12 ഇൻറ്റു 3 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 5. സോ x ഈക്വൽ ടു 3 എന്നുള്ളത് ഈ ലീനിയർ കോൺഗ്രുവൻസിൻ്റെ ഒരു സൊല്യൂഷനാണ്. സോ ടേക്ക് x3 ഈക്വൽ ടു 3. ദെൻ 12x കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 5 എന്നുള്ള ലീനിയർ കോൺഗ്രുവൻസിൻ്റെ കോൺഗ്രുവൻറ്റ് മോഡുലോ 5ലുള്ള യുണീക്ക് സൊല്യൂഷനാണ് x3 ഈക്വൽ ടു 3. ദെൻ ഗിവൻ ലീനിയർ സിസ്റ്റത്തിൻ്റെ കോൺഗ്രുവൻറ്റ് മോഡുലോ എന്നിലുള്ള യുണീക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ചൈനീസ് റിമൈൻഡർ തിയറത്തിൻ്റെ പ്രൂഫിൽ പറയുന്നുണ്ട്. ആ ഫോർമുല ഇതാണ്: എക്സ് കോൺഗ്രുവൻറ്റ് ടു A1 ഇൻറ്റു ക്യാപിറ്റൽ N1 ഇൻറ്റു x1 പ്ലസ് A2 ഇൻറ്റു ക്യാപിറ്റൽ N2 ഇൻറ്റു x2 പ്ലസ് എക്സെട്ര പ്ലസ് AR ഇൻറ്റു ക്യാപിറ്റൽ NR ഇൻറ്റു XR മോഡുലോ n. ഇവിടെ n ഈക്വൽ ടു 60യും r ഈക്വൽ ടു 3യും ആയതുകൊണ്ട് ഗിവൻ ലീനിയർ സിസ്റ്റത്തിൻ്റെ കോൺഗ്രുവൻറ്റ് മോഡുലോ 60യിലുള്ള യുണീക്ക് സൊല്യൂഷൻ എക്സ് കോൺഗ്രുവൻറ്റ് ടു A1 ഇൻറ്റു ക്യാപിറ്റൽ N1 ഇൻറ്റു x1 പ്ലസ് A2 ഇൻറ്റു ക്യാപിറ്റൽ N2 ഇൻറ്റു x2
plus a3 into capital N3 into x3 modulo 60. ഇവിടെ a1 equal to 1, a2 equal to 2, a3 equal to 3, capital N1 equal to 20, capital N2 equal to 15, capital N3 equal to 12, x1 equal to 2, x2 equal to 3 and x3 equal to 3. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഗിവൻ ലീനിയർ സിസ്റ്റത്തിൻ്റെ മോഡുലോ 16 യുണീക്ക് സൊല്യൂഷൻ എക്സ് കോൺഗ്രുവൻറ്റ് ടു 1 into 20 into 2 plus 2 into 15 into 3 plus 3 into 12 into 3 modulo 60, which is congruent to 238 modulo 60. 238 greater than 60 ആയതുകൊണ്ട് 238നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡർ നമുക്ക് കണ്ടുപിടിക്കാം. 238 ഈക്വൽ ടു 180 പ്ലസ് 58. 180 60യുടെ ഒരു മൾട്ടിപ്പിൾ ആണ്. സോ 238 ഈസ് കോൺഗ്രുവൻറ്റ് ടു 58 മോഡുലോ 60. അതിൽ നിന്നും എക്സ് കോൺഗ്രുവൻറ്റ് ടു 58 മോഡുലോ 60. സോ ഗിവൻ ലീനിയർ സിസ്റ്റത്തിൻ്റെ കോൺഗ്രുവൻറ്റ് മോഡുലോ 60യിലുള്ള ഒരു യുണീക്ക് സൊല്യൂഷനാണ് എക്സ് കോൺഗ്രുവൻറ്റ് ടു 58 മോഡുലോ 60. ദെൻ 58നോട് കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള എല്ലാ ഇൻറ്റിജേഴ്സും ആ ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻസ് ആണ്. ബട്ട് കോൺഗ്രുവൻറ്റ് മോഡുലോ 60യിൽ അവയെല്ലാം സെയിം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാറ്. സാധാരണയായിട്ടുള്ള ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ കോൺഗ്രുവൻറ്റ് മോഡുലോ എന്നിൽ പറയുമ്പോൾ പോസിബിൾ ആയിട്ടുള്ള ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ സൊല്യൂഷനാണ് കൺസിഡർ ചെയ്യാറുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ലീസ്റ്റ് നമ്പർ വിച്ച് ലീവ്സ് ദി റിമൈൻഡേഴ്സ് 2, 3, 2 വെൻ ഡിവൈഡഡ് ബൈ 3, 5, 7 റെസ്പെക്റ്റീവ്ലി. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2ഉം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3ഉം 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2ഉം ലീവ് ചെയ്യുന്ന ലീസ്റ്റ് നമ്പർ ഏതാണോ അത് കണ്ടുപിടിക്കുവാനാണ് നമ്മളോട് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആ നമ്പർ എക്സ് ആണെന്ന് വിചാരിക്കുക. ദെൻ തന്നിട്ടുള്ള പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനും താഴെ പറയുന്ന ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷനും സെയിം തന്നെയായിരിക്കും. ആ ലീനിയർ സിസ്റ്റം ഇതാണ്. എക്സ് കോൺഗ്രുവൻറ്റ് ടു 2 മോഡുലോ 3, എക്സ് കോൺഗ്രുവൻറ്റ് ടു 3 മോഡുലോ 5 ആൻഡ് എക്സ് കോൺഗ്രുവൻറ്റ് ടു 2 മോഡുലോ 7. എക്സ് കോൺഗ്രുവൻറ്റ് ടു 2 മോഡുലോ 3 ആണെങ്കിൽ എക്സിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡർ 2 ആയിരിക്കും. എക്സ് കോൺഗ്രുവൻറ്റ് ടു 3 മോഡുലോ 5 ആണെങ്കിൽ എക്സിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡർ 3 ആയിരിക്കും. എക്സ് കോൺഗ്രുവൻറ്റ് ടു 2 മോഡുലോ 7 ആണെങ്കിൽ എക്സിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡർ 2 ആയിരിക്കും. സോ ഈ ലീനിയർ സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഇതിലുള്ള ഓരോ ലീനിയർ കോൺഗ്രുവൻസുകളും സൈമിൾട്ടേനിയസ്ലി സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഒരു എക്സ് കണ്ടുപിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ആവശ്യമുള്ള വിധത്തിലുള്ള ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കും. സോ ഈ ലീനിയർ സിസ്റ്റം സോൾവ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള എക്സ് നമുക്ക് കണ്ടുപിടിക്കാം. ജനറൽ ഫോമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ a1 ഈക്വൽ ടു 2, a2 ഈക്വൽ ടു 3, a3 ഈക്വൽ ടു 2, n1 ഈക്വൽ ടു 3, n2 ഈക്വൽ ടു 5 ആൻഡ് n3 ഈക്വൽ ടു 7. n equal to n1 into n2 into n3 which is equal to 3 into 5 into 7 which is equal to 105. Capital N1 equal to n divided by small n1 which is equal to 105 divided by 3 which is equal to 35. Capital N2 equal to n divided by small n2 which is equal to 105 divided by 5 which is equal to 21. Capital N3 equal to n divided by small n3 which is equal to 105 divided by 7 which is equal to 15. GCD of capital N1 comma small n1 equal to GCD of 35 comma 3 which is equal to 1. 35ഉം 3ഉം റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് 35x കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 3 എന്നുള്ള ലീനിയർ കോൺഗ്രുവൻസിനെ കോൺഗ്രുവൻറ്റ് മോഡുലോ 3യിൽ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ യുണീക്ക് സൊല്യൂഷൻ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. 35 into 2 minus 1 എന്നുള്ളത് 69 ആണ്. അത് 3യുടെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 35 into 2 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 3. സോ x1 ഈക്വൽ ടു 2 എന്നുള്ളത് ഈ ലീനിയർ കോൺഗ്രുവൻസിൻ്റെ കോൺഗ്രുവൻറ്റ് മോഡുലോ 3യിലുള്ള ഒരു യുണീക്ക് സൊല്യൂഷനാണ്. ദെൻ GCD ഓഫ് ക്യാപിറ്റൽ N2 കോമ സ്മോൾ n2 ഈക്വൽ ടു GCD ഓഫ് 21 കോമ 5 വിച്ച് ഇസ് ഈക്വൽ ടു 1. 21ഉം 5ഉം റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് 21x കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 5 എന്നുള്ള ലീനിയർ കോൺഗ്രുവൻസിനെ കോൺഗ്രുവൻറ്റ് മോഡുലോ 5ൽ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ യുണീക്ക് സൊല്യൂഷൻ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. 21 into 1 minus 1 എന്നുള്ളത് 20 ആണ്. അത് 5ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 21 into 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 5. സോ എക്സ് ഈക്വൽ ടു 1, 21x കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 5 എന്നുള്ള ലീനിയർ കോൺഗ്രുവൻസിൻ്റെ ഒരു സൊല്യൂഷനാണ്. സോ ടേക്ക് x2 ഈക്വൽ ടു 1. ദെൻ 21x കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 5 എന്നുള്ള ലീനിയർ കോൺഗ്രുവൻസിൻ്റെ കോൺഗ്രുവൻറ്റ് മോഡുലോ 5ലുള്ള യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും x2 ഈക്വൽ ടു 1. സിമിലർലി GCD ഓഫ് ക്യാപിറ്റൽ N3 കോമ സ്മോൾ n3 ഈക്വൽ ടു
GCD of 15, 7 which is equal to 1. 15 ഉം 7 ഉം റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് 15x കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 7 എന്നുള്ള ലീനിയർ കോൺഗ്രുവൻസിനെ കോൺഗ്രുവൻറ്റ് മോഡുലോ 7 യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ യുണീക്ക് സൊല്യൂഷൻ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. 15 × 1 - 1 എന്നുള്ളത് 14 ആണ്. അത് 7ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 15 × 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 7. സോ x ഈക്വൽ ടു 1. 15x കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 7 എന്നുള്ള ലീനിയർ കോൺഗ്രുവൻസിൻ്റെ ഒരു സൊല്യൂഷനാണ്. സോ ടേക്ക് x3 ഈക്വൽ ടു 1. ദെൻ 15x കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 7 എന്നുള്ള ലീനിയർ കോൺഗ്രുവൻസിൻ്റെ കോൺഗ്രുവൻറ്റ് മോഡുലോ 7നുള്ള യുണീക്ക് സൊല്യൂഷനാണ് x3 ഈക്വൽ ടു 1. ദെൻ ചൈനീസ് റിമൈൻഡർ തിയറം യൂസ് ചെയ്യുമ്പോൾ നമ്മളെടുത്ത ലീനിയർ സിസ്റ്റത്തിൻ്റെ കോൺഗ്രുവൻറ്റ് മോഡുലോ എന്നുള്ള യുണീക്ക് സൊല്യൂഷൻ താഴെ പറയുന്ന ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. x കോൺഗ്രുവൻറ്റ് ടു a1 × ക്യാപിറ്റൽ n1 × x1 പ്ലസ് a2 × ക്യാപിറ്റൽ n2 × x2 പ്ലസ് a3 × ക്യാപിറ്റൽ n3 × x3 മോഡുലോ 5. ദെൻ ഇവിടെ a1 ഈക്വൽ ടു 2, a2 ഈക്വൽ ടു 3, a3 ഈക്വൽ ടു 2, ക്യാപിറ്റൽ n1 ഈക്വൽ ടു 35, ക്യാപിറ്റൽ n2 ഈക്വൽ ടു 21, ക്യാപിറ്റൽ n3 ഈക്വൽ ടു 15, x1 ഈക്വൽ ടു 2, x2 ഈക്വൽ ടു 1 ആൻഡ് x3 ഈക്വൽ ടു 1. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ x കോൺഗ്രുവൻറ്റ് ടു 2 × 35 × 2 പ്ലസ് 3 × 21 × 1 plus 2 × 15 × 1 modulo 105 which is congruent to 233 modulo 105. So 233 ആ ലീനിയർ സിസ്റ്റത്തിൻ്റെ ഒരു സൊല്യൂഷനാണ്. ബട്ട് 233 ഗ്രേറ്റർ ദാൻ 105 ആയതുകൊണ്ട് അതായിരിക്കുകയില്ല ലീസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ. അത് കണ്ടുപിടിക്കാൻ വേണ്ടി 233നെ 105 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡർ കണ്ടുപിടിച്ചാൽ മതി. 233 ഈക്വൽ ടു 2 × 105 പ്ലസ് 23. സോ 233നെ 105 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡർ 23 ആണ്. അതിൽ നിന്നും 233 ഈസ് കോൺഗ്രുവൻറ്റ് ടു 23 മോഡുലോ 105. സോ x കോൺഗ്രുവൻറ്റ് ടു 23 മോഡുലോ 105. സോ x ഈക്വൽ ടു 23 ആണ് നമ്മളെടുത്ത ലീനിയർ സിസ്റ്റത്തിൻ്റെ കോൺഗ്രുവൻറ്റ് മോഡുലോ 105ലുള്ള ലീസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ. അത് തന്നെയായിരിക്കും നമുക്ക് ആവശ്യമുള്ള നമ്പർ. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2ഉം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3ഉം 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2ഉം ലീവ് ചെയ്യുന്ന ലീസ്റ്റ് പോസിറ്റീവ് നമ്പർ 23 ആയിരിക്കും. അതാണ് നമ്മളോട് ഈ പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കുവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദി ലീനിയർ സിസ്റ്റം x കോൺഗ്രുവൻറ്റ് ടു 5 മോഡുലോ 6, x കോൺഗ്രുവൻറ്റ് ടു 4 മോഡുലോ 11 ആൻഡ് x കോൺഗ്രുവൻറ്റ് ടു 3 മോഡുലോ 17. തന്നിട്ടുള്ള ലീനിയർ സിസ്റ്റം സോൾവ് ചെയ്യുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ജനറൽ ഫോമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ a1 ഈക്വൽ ടു 5, a2 ഈക്വൽ ടു 4, a3 ഈക്വൽ ടു 3, n1 ഈക്വൽ ടു 6, n2 ഈക്വൽ ടു 11 ആൻഡ് n3 ഈക്വൽ ടു 17. ദെൻ n ഈക്വൽ ടു n1 × n2 × n3 which is equal to 6 × 11 × 17 which is equal to 1122. Then capital N1 equal to n divided by small n1 which is equal to 187. Capital N2 equal to n divided by small n2 which is equal to 102. And capital N3 equal to n divided by small n3 which is equal to 66. Then GCD of capital N1 comma small n1 equal to GCD of 187 comma 6 which is equal to 1. 187 ഉം 6ഉം റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് 187 × x കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 6 എന്നുള്ള ലീനിയർ കോൺഗ്രുവൻസിനെ കോൺഗ്രുവൻറ്റ് മോഡുലോ 6ൽ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ യുണീക്ക് സൊല്യൂഷൻ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. 187 × 1 - 1 എന്നുള്ളത് 186 ആണ്. അത് 6ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 187 × 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 6. സോ x ഈക്വൽ ടു 1, 187 x കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 6 എന്നുള്ള ലീനിയർ കോൺഗ്രുവൻസിൻ്റെ ഒരു സൊല്യൂഷനാണ്. സോ ടേക്ക് x1 ഈക്വൽ ടു 1. ദെൻ 187 x കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 6 എന്നുള്ള ലീനിയർ കോൺഗ്രുവൻസിൻ്റെ കോൺഗ്രുവൻറ്റ് മോഡുലോ 6ലുള്ള യൂണിക് സൊല്യൂഷൻ ആയിരിക്കും x1 ഈക്വൽ ടു 1. GCD of capital N2 comma small n2 equal to GCD of 102 comma 11 which is equal to 1. 102ഉം 11ഉം റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് 102x കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 11 എന്നുള്ള ലീനിയർ കോൺഗ്രുവൻസിനെ കോൺഗ്രുവൻറ്റ് മോഡുലോ 11ൽ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ യുണീക്ക് സൊല്യൂഷൻ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. 102 × 4 - 1 എന്നുള്ളത് 407 ആണ്. 407 11ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 102 × 4 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 11. സോ x ഈക്വൽ ടു 4 ആ ലീനിയർ കോൺഗ്രുവൻസിൻ്റെ ഒരു സൊല്യൂഷനാണ്. സോ ടേക്ക് x2 ഈക്വൽ ടു 4. ദെൻ 102x കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 11 എന്നുള്ള ലീനിയർ കോൺഗ്രുവൻസിൻ്റെ
കോൺഗ്രൻറ്റ് മോഡുലോ 11 യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും x2 ഈക്വൽ ടു 4. അതുപോലെ GCD ഓഫ് ക്യാപിറ്റൽ N3, സ്മോൾ n3 ഈക്വൽ ടു GCD ഓഫ് 66, 17 വിച്ച് ഇസ് ഈക്വൽ ടു 1. 66ഉം 17ഉം റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് 66x കോൺഗ്രൻറ്റ് ടു 1 മോഡുലോ 17 എന്നുള്ള ലീനിയർ കോൺഗ്രൻസിനെ കോൺഗ്രൻറ്റ് മോഡുലോ 17 യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ യുണീക്ക് സൊല്യൂഷൻ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. 66 × 8 - 1 എന്നുള്ളത് 527 ആണ്. അത് 17ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 66 × 8 ഈസ് കോൺഗ്രൻറ്റ് ടു 1 മോഡുലോ 17. സോ x ഈക്വൽ ടു 8 ആ ലീനിയർ കോൺഗ്രൻസിൻ്റെ ഒരു സൊല്യൂഷനാണ്. സോ ടേക്ക് x3 ഈക്വൽ ടു 8 ദെൻ 66x കോൺഗ്രൻറ്റ് ടു 1 മോഡുലോ 17 എന്നുള്ള ലീനിയർ കോൺഗ്രൻസിൻ്റെ കോൺഗ്രൻറ്റ് മോഡുലോ 17ലുള്ള യുണീക്ക് സൊല്യൂഷൻ x3 ഈക്വൽ ടു 8 ആയിരിക്കും. ദെൻ ചൈനീസ് റിമൈൻഡർ തിയറം യൂസ് ചെയ്യുമ്പോൾ തന്നിട്ടുള്ള ലീനിയർ സിസ്റ്റത്തിൻ്റെ കോൺഗ്രൻറ്റ് മോഡുലോ എന്നിലുള്ള യുണീക്ക് സൊല്യൂഷൻ താഴെ പറയുന്ന ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. x ബാർ കോൺഗ്രൻറ്റ് ടു a1 × ക്യാപിറ്റൽ N1 × x1 പ്ലസ് a2 × ക്യാപിറ്റൽ N2 × x2 പ്ലസ് a3 × ക്യാപിറ്റൽ N3 × x3 മോഡുലോ 1122 which is congruent to 5 × 187 × 1 plus 4 × 102 × 4 plus 3 × 66 × 8 modulo 1122 which is congruent to 4151 modulo 1122. Then 4151 greater than 1122 ആയതുകൊണ്ട് അതായിരിക്കുകയില്ല ലീസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ. ദെൻ 4151നെ 1122 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡർ കണ്ടുപിടിക്കാം. 4151നെ 1122 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡർ 785 ആയതുകൊണ്ട് വിച്ച് ഈസ് കോൺഗ്രുവൻറ്റ് ടു 785 മോഡുലോ 1122. അതാണ് തന്നിട്ടുള്ള ലീനിയർ സിസ്റ്റത്തിൻ്റെ ലീസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ that leaves the remainder 3 when divided by 7, 4 when divided by 9 and 8 when divided by 11. അതായത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3ഉം 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 4ഉം 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 8ഉം ലീവ് ചെയ്യുന്ന ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ഏതാണോ അത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആ ഇൻറ്റിജർ x ആണെന്ന് വിചാരിക്കുക. ദെൻ തന്നിട്ടുള്ള പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനും താഴെ പറയുന്ന ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷനും സെയിം തന്നെയായിരിക്കും. ആ ലീനിയർ സിസ്റ്റം ഇതാണ്. x congruent to 3 modulo 7, x congruent to 4 modulo 9 and x congruent to 8 modulo 11. x congruent to 3 modulo 7 ആണെങ്കിൽ xനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡർ 3 ആയിരിക്കും. x congruent to 4 modulo 9 ആണെങ്കിൽ xനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡർ 4 ആയിരിക്കും. x congruent to 8 modulo 11 ആണെങ്കിൽ xനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡർ 8 ആയിരിക്കും. സോ ഈ 3 ലീനിയർ കോൺഗ്രുവൻസസുകളും സൈമിൾട്ടേനിയസ്ലി സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കും നമുക്ക് ആവശ്യമുള്ള പോസിറ്റീവ് ഇൻറ്റിജർ എക്സ്. സോ ഈ ലീനിയർ സിസ്റ്റം സോൾവ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഇൻറ്റിജർ കണ്ടുപിടിക്കാം. ജനറൽ സിസ്റ്റവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ a1 ഈക്വൽ ടു 3, a2 ഈക്വൽ ടു 4, a3 ഈക്വൽ ടു 8, n1 ഈക്വൽ ടു 7, n2 ഈക്വൽ ടു 9 ആൻഡ് n3 ഈക്വൽ ടു 11, n ഈക്വൽ ടു n1 × n2 × n3 which is equal to 7 × 9 × 11 which is equal to 693. Capital N1 equal to n divided by small n1 which is equal to 99. Capital N2 equal to n divided by small n2 which is equal to 77. And capital N3 equal to n divided by small n3 which is equal to 63. Then GCD of capital N1, small n1 equal to GCD of 99, 7 which is equal to 1. 99ഉം 7ഉം റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് 99x കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 7 എന്നുള്ള ലീനിയർ കോൺഗ്രുവൻസിനെ കോൺഗ്രുവൻറ്റ് മോഡുലോ 7 യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ യുണീക്ക് സൊല്യൂഷൻ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. 99 × 1 - 1 എന്നുള്ളത് 98 ആണ്. അത് 7ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 99 × 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 7. സോ x ഈക്വൽ ടു 1 ഈ ലീനിയർ കോൺഗ്രുവൻസിൻ്റെ ഒരു സൊല്യൂഷനാണ്. സോ ടേക്ക് x1 ഈക്വൽ ടു 1. ദെൻ 99x കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 7 എന്നുള്ള ലീനിയർ കോൺഗ്രുവൻസിൻ്റെ കോൺഗ്രുവൻറ്റ് മോഡുലോ 7ലുള്ള യുണീക്ക് സൊല്യൂഷൻ x1 ഈക്വൽ ടു 1 ആയിരിക്കും. GCD ഓഫ് ക്യാപിറ്റൽ N2, സ്മോൾ n2 ഈക്വൽ ടു GCD ഓഫ് 77, 9 which is equal to 1. 77ഉം 9ഉം റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് 77x കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 9 എന്നുള്ള ലീനിയർ കോൺഗ്രുവൻസിനെ കോൺഗ്രുവൻറ്റ് മോഡുലോ 9 യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക.
ആ യുണീക്ക് സൊല്യൂഷൻ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. 77 × 2 - 1 എന്നുള്ളത് 9ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 77 × 2 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 9. സോ ടേക്ക് x2 = 2. ദെൻ 77x കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 9 എന്നുള്ള ലീനിയർ കോൺഗ്രുവൻസിൻ്റെ കോൺഗ്രുവൻറ്റ് മോഡുലോ 9ലുള്ള യൂണിക് സൊല്യൂഷൻ ആയിരിക്കും x2 = 2. അതുപോലെ GCD ഓഫ് ക്യാപിറ്റൽ N3, സ്മോൾ n3 ഈക്വൽ ടു GCD ഓഫ് 63, 11 which is equal to 1. 63യും 11ഉം റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് 63x കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 11 എന്നുള്ള ലീനിയർ കോൺഗ്രുവൻസിനെ കോൺഗ്രുവൻറ്റ് മോഡുലോ 11ൽ യൂണിക് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. 63 × 7 - 1 11ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 63 × 7 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 11. സോ ടേക്ക് x3 = 7. ദെൻ 63x കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 11 എന്നുള്ള ലീനിയർ കോൺഗ്രുവൻസിൻ്റെ കോൺഗ്രുവൻറ്റ് മോഡുലോ 11ലുള്ള യൂണിക് സൊല്യൂഷൻ ആയിരിക്കും x3 = 7. ദെൻ ചൈനീസ് റിമൈൻഡർ തിയറം യൂസ് ചെയ്യുമ്പോൾ നമ്മളെടുത്ത ലീനിയർ സിസ്റ്റത്തിൻ്റെ കോൺഗ്രുവൻറ്റ് മോഡുലോ എന്നുള്ള യൂണിക് സൊല്യൂഷൻ താഴെ പറയുന്ന ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. x bar കോൺഗ്രുവൻറ്റ് ടു a1 × ക്യാപിറ്റൽ N1 × x1 പ്ലസ് a2 × ക്യാപിറ്റൽ N2 × x2 പ്ലസ് a3 × ക്യാപിറ്റൽ N3 × x3 മോഡുലോ 693 which is congruent to 3 × 99 × 1 plus 4 × 77 × 2 plus 8 × 66 × 7 modulo 693 which is congruent to 4441 modulo 693. So x equal to 4441 നമ്മളെടുത്ത ലീനിയർ സിസ്റ്റത്തിൻ്റെ ഒരു സൊല്യൂഷനാണ്. ബട്ട് 4441 ഗ്രേറ്റർ ദാൻ 693 ആയതുകൊണ്ട് അതായിരിക്കുകയില്ല ലീസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ. ലീസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുവാൻ വേണ്ടി 4441നെ 693 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡർ കണ്ടുപിടിച്ചാൽ മതി. 4441നെ 693 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡർ 283 ആയതുകൊണ്ട് 4441 ഈസ് കോൺഗ്രുവൻറ്റ് ടു 283 മോഡുലോ 693. അതിൽ നിന്നും എക്സ് ബാർ ഈസ് കോൺഗ്രുവൻറ്റ് ടു 283 മോഡുലോ 693. സോ എക്സ് ഈക്വൽ ടു 283 നമ്മളെടുത്ത ലീനിയർ സിസ്റ്റത്തിൻ്റെ കോൺഗ്രുവൻറ്റ് മോഡുലോ 693യിലുള്ള ലീസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷനാണ്. അത് തന്നെയായിരിക്കും നമുക്ക് ആവശ്യമുള്ള ഇൻറ്റിജറും. അതായത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3ഉം 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 4ഉം 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 8ഉം ലീവ് ചെയ്യുന്ന ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ 283 ആണ്. അതാണ് നമ്മളോട് ഈ പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കുവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.